കിരണേ, നമ്മൾ അനുവിന്റെ നാട്ടിൽ പോയാ അവിടെ സ്റ്റേ ചെയ്യില്ലേ? മിനിമം 2 ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. എല്ലാരും അതിനുള്ളതെല്ലാം എടുത്തോളണം. ഞാൻ എല്ലാം എടുത്തു, റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാം കൂടി ഇതിൽ കേറുന്നില്ലല്ലോ. ഇത് എവിടെ വെക്കും? ഇത് നോക്ക്. ഇതില് വെക്കട്ടെ. ഇതില് പറ്റില്ല, ഇത് ഫുള്ളാ. നീ ഒരു കാര്യം ചെയ്യ്, 2 ഡ്രസ്സ് കുറച്ചെടുക്ക്. അപ്പൊ 4 പാക്കറ്റ് സ്നാക്സ് വെക്കാം. അതൊന്നും പറ്റില്ല. ഇത് ഇതിനകത്ത് വെക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. അതെ, എല്ലാരും ഒന്ന് വേഗം റെഡിയാവ്. ഇപ്പൊ ഇറങ്ങിയാലേ 4 മണിക്കെങ്കിലും അവിടെ എത്താൻ പറ്റൂ. എടി, ക്രോസ് ചെക്ക് ചെയ്യാൻ. ഇത് നോക്ക്. ഇതൊക്കെ വേണ്ടത് തന്നെയാണോ? നീ ബ്രഷ് ഒക്കെ എടുത്തു വെച്ചായിരുന്നോ? ആരവിടെ? ആരവിന് അവിടെ ഒന്നും കാണുന്നില്ല. ആരവ് അവിടെ ഇല്ലേ? ആരവ് ഈ സമയത്ത് അങ്ങോട്ട് പോയി? അവനോട് നമ്മള് രാവിലെ ഇറങ്ങുന്ന ടൈം ഇന്നലെ രാത്രി തന്നെ പറഞ്ഞാണല്ലോ. രാവിലെ എഴുന്നേറ്റപ്പോ അവൻ അവിടെ ഇല്ലായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോയതാന്നാ ഞാൻ കരുതിയത്. ഇവൻ ഇത് എവിടെ പോയി കിടക്ക? ഏതെങ്കിലും ഒരു വഴിക്ക് പോവാൻ നേരത്ത് ഇതാണ് ഇവന്റെ സ്വഭാവം. നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാക്കും. അവൻ നമ്മുടെ കൂടെ വരുന്നില്ലേ ഇനി? അതുകൊണ്ടാണോ അവൻ സമയമായപ്പോ മാറി നിൽക്കുന്നേ? അനുവിന്റെ വീട്ടിലേക്ക് വരണമെന്ന് അവൻ വലിയ താല്പര്യത്തോടെ അല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ അവൻ വരാതിരിക്കോ? അവന് വരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ വരട്ടെ. ഇങ്ങനെ മാറി നിന്നാലേ നമ്മളും ലേറ്റ് ആവും. കിരണേ, അവൻ വരും. നമുക്ക് കുറച്ചു നേരം കൂടി അവനെ വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കൂടി നോക്കാം. ആരോ വന്നില്ലെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഇടയ്ക്കിടയ്ക്ക് ഇവൻ എങ്ങോട്ടേക്ക് മുങ്ങണേ? അവനില്ലാതെ നമ്മള് പോയാ അവൻ എന്ത് ചെയ്യും? അക്കാര്യം നമ്മളെക്കാൾ കൂടുതൽ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് അവനല്ലേ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അതിനകം അവൻ വന്നില്ലെങ്കിൽ നമുക്കിറങ്ങാം. നീ എന്താ പെട്ടെന്ന് മൂഡ് ഓഫ് ആയേ? ഞാൻ ആരവിന്റെ കാര്യം ഓർത്തതാ. അവനിവിടെ തനിച്ചാക്കി നമ്മൾ മാത്രം പോകുമ്പോഴേ അവൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ടെൻഷൻ എനിക്കും ഉണ്ട്. നമ്മൾ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാ അത് നമുക്ക് പ്രശ്നമാവും. അവൻ നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് സമയപ്പോ കാല് മാറിയത് എന്താ? അതിന്റെ കാരണം അവൻ തന്നെ പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവൂ. നമ്മളിവിടെ ഇല്ലാത്തോണ്ട് ചെലപ്പോ അവൻ ഇങ്ങോട്ട് വരാതെ മാറി നിൽക്കുമായിരിക്കും. അവനിവിടുന്ന് മാറി നിൽക്കുന്നത് അപകടമാണ്. എന്തായാലും നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക്. നിങ്ങളെല്ലാരും വണ്ടി കയറും. വാ. എന്താ? ആരവ്? നീ ഇതിനകത്തുണ്ടായിരുന്നോ? നീ എന്ത് പണിയാടാ കാണിച്ചേ? ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ നീ വന്ന് ഇതിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നോ? നിന്നെ കാണാതെ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? ഇവിടെ വന്നിരിക്കുന്ന കാര്യം നിനക്ക് ഞങ്ങളോടൊന്നും പറയത്തില്ലായിരുന്നോ? പറയാൻ പറ്റിയില്ല. അതെന്താ? ഇക്കാര്യം പറയാൻ മാത്രം നിന്റെ സൗണ്ട് ഓഫ് ആയി പോയോ? ഇന്ന് അനുവിന്റെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഈ സമയത്ത് പുറത്തിറങ്ങിയ എന്നെ ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഈ വണ്ടി കയറി വിളിച്ചിരുന്നു. നിങ്ങളെല്ലാരും നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ടാ ശല്യം ചെയ്യാതിരുന്നേ. നേരം വെളുത്തു കഴിഞ്ഞ ആരെങ്കിലും എന്നെ കാണുമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കൊണ്ടുപോകാതിരുന്നാലോ? ആ ടെൻഷനായിരുന്നു എനിക്ക്. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതെ ശ്വാസം മുട്ടി ഇതിനകത്തിരിക്കുകയായിരുന്നു. എന്റെ തൊണ്ടയൊക്കെ വരണ്ടു. കുറച്ച് വെള്ളം കിട്ടുമോ? ഇത് പിടിക്കേ. മതി, താങ്ക്സ്. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തേ? അനുവിന്റെ വീട്ടിലേക്ക് വരാന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതല്ലേ. അത് ലംഘിക്കുന്ന ശരിയല്ലല്ലോ. അതുകൊണ്ട്
ഇങ്ങനെ ചെയ്തേ? എന്നാലും നീ ഇങ്ങനൊരു പണി ഒപ്പിച്ചത് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ ആരവേ. ആ, ഇനി ഇവിടുന്ന് ശരിയാവില്ല. എല്ലാരും വണ്ടി കയറ്, നമുക്ക് പോവാം. നമ്മൾ അനുവിന്റെ വീട്ടിലെത്തുമ്പോ സ്വീകരണം എങ്ങനെയാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവിടുന്ന് എന്തേലും കഴിക്കാൻ കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട. കാര്യം പറയുമ്പോ കളയാക്കാൻ വരരുതേ. സോഡാ കുപ്പി. സോഡാ കുപ്പിയോ? നീ എന്നെ എന്താ വിളിച്ചേ? സോഡാ കുപ്പി എന്നല്ലേ വിളിച്ചേ? സോഡാ കുപ്പി നിന്റെ എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. നീ എന്തിനാ ഷൈനി വെറുതെ ഇരിക്കുന്ന മേഘയെ ചൊറിയാൻ ചെന്നത്? വടി കൊടുത്ത് അടി വാങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ തന്നെ താ, നല്ല വിശപ്പുണ്ട്. ഈ യാത്ര അനുവിന്റെ വീട്ടിലെത്തുവോ അതോ അതിനു മുൻപ് ഓരോരുത്തർ ബസ് കയറി വീട്ടിൽ പോവോ? നമ്മളൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്. അതിനിടയിൽ ഈ വഴക്ക് എന്തിനാ വെറുതെ? വഴക്കോ? ഇതൊക്കെയാണോ വഴക്ക്? ഞങ്ങൾക്കിടയില് അങ്ങനെ ഒരു സംഗതി ഇല്ല ആരവേ. നീ ഞങ്ങളുടെ ഇടയിലേ വഴക്കുണ്ടാക്കാതിരുന്നാ മതി. ഇപ്പൊ ഞാനായോ കുറ്റക്കാരൻ? അതെ, നീ തന്നെയാ കുറ്റക്കാരൻ. ഞാനും മേഘയും തമ്മിൽ പല കാര്യവും പറയും. നീ എന്തിനാ അതിനിടയ്ക്ക് കയറി അഭിപ്രായം പറയാൻ വന്നത്? ആ, ഇപ്പൊ അങ്ങനെയായ ഞങ്ങൾ ഒറ്റക്കെട്ട അല്ലേടി? ആരവേ, ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾക്കിടയിൽ പിണക്കമൊക്കെ ഉണ്ടാവും, പക്ഷേ ആർക്കും ഞങ്ങളെ അകറ്റാനാവില്ല. കിരണേ, അനുവിന്റെ വീട് എത്താറായില്ലേ? ഇനിയും കൊറേ ദൂരം ഉണ്ടല്ലോ. അല്ല, ഇന്ന് തന്നെ നമ്മൾ അനുവിന്റെ വീട്ടിലെത്തുവോ? ഇന്ന് വൈകുന്നേരത്തോടെ എത്തും. അല്ല, ആ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടാവും? ആരൊക്കെ ഉണ്ടാവുന്ന അവിടെ ചെന്നാലല്ലേ അറിയാൻ കഴിയും. ആ വീട്ടിൽ നിന്ന് എന്തായാലും സന്തോഷമുള്ളൊരു സ്വീകരണം ആരും പ്രതീക്ഷിക്കണ്ട. നമ്മളെ അനുവിന്റെ അമ്മ അകത്ത് കേറ്റുവോന്നറിയില്ല. അവസാനമായിട്ട് നമ്മൾ അനുവിന്റെ വീട്ടിൽ പോയപ്പോ അവളുടെ അമ്മ വളരെ മോശമായിട്ടാണ്